നമസ്തേ. ഇന്ന് ഇവിടെ നടക്കാൻ പോലെ ഈ വർഷത്തെ 5ാമത്തെ വാഗ്വർത്തിയാണ്. വാഗ്വർത്തിനി എന്ന് വെച്ചാൽ കുട്ടികളുടെ വാക്കിനെ വർദ്ധിപ്പിക്കുക എന്നതാണ്. അഥവാ കുട്ടികളുടെ സംസാരശേഷിനെ വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. അങ്ങനെയുള്ള ഈ വാഗ്വർത്തിനിക്ക് ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഞാൻ ആമിഷിനെ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. असदो मा सद्गमय तमसो मा ज्योतिर्गमय मृत्यु मा अमृतंगमय ओम शांति 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 हरि ओम. ആമിഷിന് നന്ദി. ഇന്ന് ഇവിടെ നമ്മുടെ ഒപ്പം വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാഷിനെ ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്റെ വിനയപൂർവ്വം സ്വാഗതം. ഇനി വൈകാണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിക്ക് കടക്കാം. ആദ്യമായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ഋഷികേശാണ്. ഋഷികേശിനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. മാന്യതരത്തിന് വന്ദനം. എൻ്റെ പേര് ഋഷികേശ്. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയും അതിൻ്റെ ഗുണപാഠവുമാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം. ഭക്തദാസനായ ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ള എല്ലാ ദോഷങ്ങളും അകറ്റുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുവാകുന്നു. ഭക്തനായ മഹാബലിയുടെ അഹംഭാവം നശിപ്പിക്കുവാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായി വന്ന് അദ്ദേഹത്തിന്റെ എല്ലാ അഹംഭാവവും നശിപ്പിച്ച് പാതാളത്തിലോട്ട് അയച്ചത്. അതുപോലെ അർജുനനും ശ്രീകൃഷ്ണന്റെ ഭക്തനും സ്നേഹിതനും ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. ഒരു ദിവസം അർജുനന്റെ ഹൃദയത്തിലും ഒരു അഹംഭാവം ഉണ്ടായി. ഭഗവാന്റെ ഭക്തിയിലും സ്നേഹത്തിലും അതിശയിക്കുന്നവരായി ആരുമില്ലെന്ന് സർവാന്തരമായ ഭഗവാൻ അറിഞ്ഞു. അർജുനന്റെ അഹംഭാവം കളയണമെന്ന് തീർച്ചപ്പെടുത്തി. ഒരു ദിവസം അർജുനനും ശ്രീകൃഷ്ണനും കൂടി നടക്കാനിറങ്ങി. അല്പദൂരം പോയപ്പോൾ കാഴ്ചയിൽ തന്നെ വളരെ പരിശുദ്ധനും നിഷ്കളങ്കനുമായ ഒരു വിഷ്ണു ഭക്തനെ കാണാനിടയായി. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക ഒരു ഭക്തന്റെ സ്വഭാവമാണല്ലോ. ഈ ഭക്തൻ പുല്ലിനു കൂടി ജീവനുണ്ടെന്ന് കരുതി ഉണങ്ങിയ പുല്ല് മാത്രം ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. അത്രയും അഹിംസ വ്രതക്കാരനായ അദ്ദേഹത്തിന്റെ അരയിൽ ഒരു വാൾ തൂങ്ങി കിടക്കുന്നു. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, ഇതെന്താണ് കൃഷ്ണ? ഒരു പുല്ലിനെ കൂടി ഉപദ്രവിക്കാത്ത ഇദ്ദേഹത്തിന് എന്തിനാണ് വാൾ കൊണ്ട് നടക്കുന്നത്? ശ്രീകൃഷ്ണൻ പറഞ്ഞു, അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു നോക്കൂ. അർജുനൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, സ്നേഹിത, താനൊരു ഭക്തനാണല്ലോ. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കേണ്ട എന്ന് കരുതി ഉണങ്ങിയ പുല്ല് മാത്രം ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ വാൾ കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലോകത്ത് 2 പേരോട് ദേഷ്യമുണ്ട്. അവരെ കണ്ടാൽ ശിക്ഷിക്കാനാണ് ഈ വാൾ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ ചോദിച്ചു, ആരാണ് ഈ 2 പേർ? ഒന്നാമത്തത് ഒരു വീട് വിചാരമില്ലാത്ത നാരദൻ തന്നെ. നാരദനോ? അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അർജുനൻ ചോദിച്ചു. അദ്ദേഹം എപ്പോഴും നാമജപം കൊണ്ടും ഭജനകീർത്തനങ്ങൾ കൊണ്ടും എൻ്റെ പ്രഭുവിനെ ഒരു സൗകര്യവും കൊടുക്കുന്നില്ല. എപ്പോഴും എൻ്റെ പ്രഭുവിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, ആരാണ് രണ്ടാമത്തെ ആൾ എന്നായി അർജുനൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തത് ഒരു വകതിരിവില്ലാത്ത അർജുനൻ തന്നെ. അർജുനനോ? അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചു. കുരുക്ഷേത്ര യുദ്ധം. അവന്റെ അഹംഭാവം കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്റെ പ്രഭുവിനെ തേര് കളിക്കുന്ന ജോലിക്കല്ലേ നിയോഗിച്ചത്. യജമാനായിരിക്കേണ്ട എന്റെ പ്രഭു അവന്റെ മുമ്പിൽ ഒരു ജയലാളിയായി ഇരിക്കേണ്ടി വന്നു. അങ്ങനെ അഹംഭാവമുള്ള അങ്ങനെ വകതിരിവില്ലാത്ത അർജുനനെ കണ്ടാലും ശിക്ഷിക്കണമെന്നുണ്ട്. ഈ കഥയിലെ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ സർവേശ്വരനോടുള്ള
ബ്രാഹ്മണന്റെ ഭക്തിയും വിശ്വാസവും സ്നേഹവും കണ്ട് ലജ്ജിതനായ അർജുനൻ തന്റെ അഹംഭാവമെല്ലാം ഉപേക്ഷിച്ച് വിനീതനായി തീർന്നു. ശ്രീകൃഷ്ണൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അഹംഭാവം ആപത്തിനും വിനയം സമ്പത്തിനും കാരണമായി തീർന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഋഷികേശൻ നന്ദി. ഇനി ഇവിടെ അടുത്തതായി പ്രസംഗിക്കാൻ പോകുന്നത് നിരഞ്ജനാണ്. നിരഞ്ജനെ ഈ വേദിയോട് ക്ഷണിക്കുന്നു. മാനസദസ്സിന് വന്ദനം. എൻ്റെ പേര് നിരഞ്ജൻ. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയത്തിന്റെ പേര് ഞാൻ ചന്ദ്രനിൽ ആയിരുന്നുവെങ്കിൽ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ ഗോളം പോലെ ചന്ദ്രനെ കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ചന്ദ്രനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിസ്മയം നിറഞ്ഞ ലോകം പോലെയായിരിക്കും നമ്മൾ കാണുക. എൻ്റെ ചന്ദ്രനിലെ വീട്ടിൽ നിന്ന് നോക്കിയാൽ വെള്ളയും പച്ചയും നീലയും നിറങ്ങളുള്ള ഭൂമിയെ കാണാൻ കഴിയും. ഒരു പന്ത് പോലെ അവിശ്വസനീയമായ ഗ്രഹം. ഞാനൊരു വലിയ കമാനിൽ പണിത വീട്ടിലായിരിക്കും താമസിക്കുക. അതിൻ്റെ മേൽക്കൂര തുറക്കുമ്പോൾ നമ്മൾ അതിൽ കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രസകരമായ കാഴ്ച കാണാൻ കഴിയും. കുറേ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാം. എൻ്റെ അലാറം ക്ലോക്ക് ഒരു അതിമധുരമായ ശബ്ദത്തിലായിരിക്കും. അത് എൻ്റെ മൂൺ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയായിരിക്കും പ്രവർത്തിക്കുക. നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാൻ ചന്ദ്രനിൽ നിന്ന് എങ്ങനെയായിരിക്കും എൻ്റെ സ്കൂളിലേക്ക് പോകുന്നതെന്ന്? അതെ, റോക്കറ്റ് സ്കൂട്ടറിലായിരിക്കും. ഞാൻ ലൂണർ ഇന്റർനാഷണൽ സ്കൂൾ എന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങോട്ട് വിദേശ ഗ്രഹങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വരും. ഞാൻ എളുപ്പത്തിൽ അവിടുത്തെ ഭാഷയെല്ലാം അങ്ങനെ പഠിക്കും. അവിടെ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ എളുപ്പത്തിൽ പഠിച്ചെടുക്കും. ക്ലാസ് ഇല്ലാത്ത ദിവസം എനിക്ക് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. വൈകുന്നേരമായാൽ നമുക്ക് നമ്മുടെ സ്പേസ് സ്യൂട്ട് ധരിച്ച് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഉയരങ്ങളിൽ ചാടി കളിക്കാം. അപ്പോൾ നമുക്ക് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാം കൈകൊടുക്കാം. ചന്ദ്രനിൽ മാലിന്യമില്ല. നമുക്ക് ആഴമുള്ള ഒരു സമാധാനം അവിടെ ലഭിക്കും. അവിടെ നിന്നാൽ എങ്ങനെയാണ് ഓരോ വെള്ളത്തുള്ളികളെയും കാറ്റിനെയും എല്ലാം ആദരിക്കുക എന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയും. ഞാനിടയ്ക്ക് മമത നിറഞ്ഞ ലോകത്തേക്ക് പോകും. എൻ്റെ അമ്മയെയും കൂട്ടുകാരെയും എല്ലാം ഓർക്കും. അപ്പോൾ ഞാൻ അഭിമാനത്തോടെ ആലോചിക്കും, ഞാൻ അവിടുത്തെ ഭാഗമാണ്. എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കും. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ റോബോട്ടിനെ വിളിച്ച് പന്ത് തട്ടും. അത് സ്പേസ് ആയതുകൊണ്ട് പന്ത് അധികം ദൂരം പോകില്ല, എയറിൽ പറന്നു നടക്കും. എനിക്ക് 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു സ്പേസിൽ. ഒന്ന് ആദിനാഥും 2 അഭിമന്യുവും. അവർ 2 പേരും എന്നെ സഹായിക്കാനായിട്ട് വരും. എനിക്കറിയാത്ത വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ. അവസാനം ഞാൻ ചന്ദ്രനിൽ പോയി ഇന്ത്യയുടെ അഭിമാനമായ കൊടികുത്തും. ഇതൊക്കെയാണ് ഞാൻ ചന്ദ്രനിലായിരുന്നുവെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നിരഞ്ജന നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് അഭിമന്യാണ്. അഭിമന്യനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. സുപ്രഭാതം. ആദരണീയ രാംദാസ് മാസ്റ്റർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അഭിമന്യുവൻ. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാകുന്നു. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞുപോയ ചന്ദ്രദിനം എത്രാം തീയതി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും? ഈ അടുത്ത് നമ്മളെ സ്കൂളിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ജൂലൈ 21. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു വിഷയം തന്നെയാണ്. അപ്പൊ നമ്മൾ ആ ശാസ്ത്രങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭാരതത്തിന്റെ ചന്ദ്രദൗത്യങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. പണ്ടൊക്കെ നമ്മുടെ മുതുമുത്തച്ഛന്മാരും അപ്പൂപ്പന്മാരും ഒക്കെ പാടങ്ങളിൽ നിന്നും വയലിൽ നിന്നുമൊക്കെ ചന്ദ്രനിലേക്ക് ഉറ്റുനോക്കാറുണ്ട്. പിന്നെ നമ്മുടെ അമ്മമാരും, എൻ്റെ അമ്മയും നിങ്ങളെല്ലാവരും അമ്മമാരൊക്കെ, നിങ്ങൾ ചെറിയ കുട്ടിയായപ്പോൾ ഭക്ഷണം കഴിക്കാത്തപ്പോൾ അമ്പിളിമാമൻ നോക്ക്, അമ്പിളിമാമൻ വെളിച്ചം തരില്ലേ, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെളിച്ചം തരില്ല, അങ്ങനെയൊക്കെ ഓരോന്ന് പറയാറുണ്ട്. അപ്പോൾ ആ അമ്പിളിമാമനിലേക്ക്, ആ ചന്ദ്രനിലേക്ക് നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO നമ്മുടെ ഭാരതത്തിന്റെ പേടകങ്ങളും ഉപഗ്രഹങ്ങളും അയക്കുന്നു. അപ്പോൾ ആദ്യമായി 2008 ചന്ദ്രയാൻ എന്ന ദൗത്യത്തിലൂടെ ചന്ദ്രനിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു. അപ്പോൾ അത് വലിയൊരു ദൗത്യ വിജയം തന്നെയായിരുന്നു. ചന്ദ്രനിൽ ആദ്യമായിട്ട് വെള്ളമുണ്ടെന്ന് നമ്മുടെ ഭാരതമാണ് ആ ദൗത്യത്തിലൂടെ കണ്ടെത്തിയത്. പിന്നെയും നമ്മൾ പ്രയത്നങ്ങൾ തുടർന്നു. 2019 ചന്ദ്രയാൻ 2 എന്ന ദൗത്യത്തിലൂടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ വെച്ച് ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ ക്രാഷ് ലാൻഡ് ആയെങ്കിലും അതിന്റെ ഓർബിറ്റർ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രനിൽ. അപ്പോൾ അതിലൊന്നും നമ്മൾ വീണില്ല. നമ്മൾ പിന്നെയും പ്രയത്നം തുടങ്ങി. ഇപ്പൊ 2023 നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൊക്കെ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം, ഞാനടക്കം മാധ്യമങ്ങളിലൊക്കെ നോക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പൊ 2019 ചന്ദ്രയാൻ 2 ക്രാഷ് ലാൻഡായി. അപ്പൊ ഇനി 2023 ചന്ദ്രയാൻ 3ന്റെ അവസ്ഥ എന്താവുമെന്ന് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇപ്പോ ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡർ വളരെ വിജയകരമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തു. അത് വലിയൊരു ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതം കൈവരിച്ച വലിയൊരു ദൗത്യ വിജയം തന്നെയായിരുന്നു. ആ വിജയം നമ്മുടെ എല്ലാ ഭാരതീയരുമാണ്, എല്ലാ വിദ്യാർത്ഥികളുടെയും വിജയമാണ്, എല്ലാ കൂലിപ്പണിക്കാരുടെയും, എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും പുതുതലമുറയുടെയും വിജയമാണ്. ഇതെല്ലാം നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു പ്രചോദനമാണ്. അപ്പോൾ നാം കാണുന്ന സ്വപ്നങ്ങൾ ആകാശപരിധിക്ക് അപ്പുറമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ശാസ്ത്രം വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വലിയ വലിയ സ്വപ്നം കാണാം, പക്ഷെ അതിന് പ്രധാനമായും കഠിന പ്രയത്നം ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടായി ആയിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഭാവിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനത്തോടെ വിളിച്ചു പറയാം, നമ്മൾ ഒരു ഭാരതീയരാണ്. നമ്മൾ ചന്ദ്രനിലേക്കും അതിൻ്റെ അപ്പുറത്തേക്കുമാണ് നമ്മളുടെ പ്രയത്നങ്ങൾ. അപ്പോൾ ഇനി ചന്ദ്രൻ മാത്രമല്ല നമ്മുടെ ദൗത്യ കേന്ദ്രങ്ങൾ, സൂര്യനും ചൊവ്വാഗ്രഹവും ഒക്കെ നമ്മുടെ ദൗത്യ കേന്ദ്രങ്ങളാണ്. വരും കാലഘട്ടങ്ങളിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, നമ്മളൊരു ഭാരതീയരാണ്. ജയ് ഹിന്ദ്. ഇത്ര നന്നായി ചന്ദ്രനെ പറ്റി പറഞ്ഞു തന്ന അഭിമന്യുനെ നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് സായി കൃഷ്ണനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സായി കൃഷ്ണ. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാൻ ഈ വേദിയിൽ പറയാൻ പോകുന്നത് ശ്രീനാരായണഗുരുവിന്റെ ജീവിതവും ഉപദേശവും പറ്റിയാണ്. ഭാരതത്തിൽ സാംസ്കാരിക നവോത്ഥാനവും സാമൂഹിക പരിഷ്കാരം വരുത്താൻ വേണ്ടി പല മഹാപുരുഷന്മാർ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മഹാപുരുഷനായ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ പറയാൻ ആഗ്രഹിക്കുന്നത്. ജനസംഖ്യയിൽ വളരെയേറെ വരുന്ന ഒരു വിഭാഗം
ഹിന്ദുക്കളുടെ അവർണനെ നീചാധികാരന് മുദ്രകുത്തി അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഇവയെല്ലാം ആ കാലത്ത് നിശ്ചയിക്കപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള കാലത്ത് ഈ ദുരാചാരങ്ങളെ എതിർത്തുകൊണ്ട് ജനങ്ങളുടെ സമതത്വത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ശ്രീ നാരായണ ഗുരു പൂജിതനായിരുന്നു. അടുത്തതായി അദ്ദേഹത്തിന്റെ ജനനവും വിദ്യാഭ്യാസവുമാണ്. 1854 തിരുവനന്തപുരത്ത് നടത്തുന്ന ചെമ്പഴത്തിലാണ് അദ്ദേഹം ജനിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായ മാടയാശൻ സംസ്കൃതത്തിൽ നല്ല പാണ്ഡിത്യമുണ്ടായിരുന്നു. നാടു എന്ന് വിളിക്കപ്പെട്ടിരുന്ന നാരായണൻ അദ്ദേഹത്തിൽ നിന്ന് പ്രാരംഭ വിദ്യാഭ്യാസം നേടി. പിന്നീട് അദ്ദേഹം കായംകുളത്തിനടുത്തുള്ള പുതുപ്പള്ളിയിലെത്തി. പുതുപ്പള്ളിയിൽ വെച്ച് കുമ്മമ്പിള്ള രാമാനുഷൻ തന്റെ ഗുരുകുല വിദ്യാഭ്യാസം സമ്പ്രദായത്തിലുള്ള കളരിയിൽ നാമം ചേർത്തു. പിന്നീട് പിതാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അമ്മയും പരിചയക്കാരും ബന്ധുക്കാരും കൂടി അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചൊരു ആഗ്രഹം നേരിടുന്നില്ല. പിന്നീട് ഒരു ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് തീർത്ഥയാത്ര ചെയ്തു. കന്യാകുമാരിക്ക് സമീപം ഒരു ഗുഹയിലെത്തി അവിടെ നിന്ന് ദിവസങ്ങളും കഴിച്ചുകൂട്ടി. പിന്നീട് അദ്ദേഹം ശ്രീ ചട്ടമ്പി സ്വാമിയെ പരിചയപ്പെട്ടിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞ് അദ്ദേഹം സന്യാസം ചെയ്തിരുന്നു. അടുത്തതായി അദ്ദേഹത്തിന്റെ ചില അനാചാരങ്ങൾക്കെതിരെയാണ്. ജാതിഭേദങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഗുരു വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു മുദ്രാവാക്യമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഈ മുദ്രാവാക്യം അദ്ദേഹം ഉദ്ഘോഷിച്ചു. മനുഷ്യതത്വമാണ് ജാതി. ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല ദൈവപ്രതിഷ്ഠക്കാർ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്ഷേത്രങ്ങൾ പഠിച്ചു. അതിൽ ശിവപ്രതിഷ്ഠ നടത്തി. അദ്ദേഹം സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം വികസിച്ചു. എല്ലാ മതങ്ങളെയും യോജിച്ചു പോകാമെന്ന് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സർവമത സമ്മേളനം തയ്യാറാക്കി. വിദ്യ കൊണ്ട് മാത്രമല്ല പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി പ്രബുദ്ധകാരണമെന്നും വ്യവസായം നടത്തി സമ്പത്ത് നേടണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു. സങ്കടം കൊണ്ട് ശക്തരാകുവാനാണ് അദ്ദേഹം ഉപദേശിച്ചത്. സ്വന്തം മതത്തിൽ ഉറച്ചു നിന്ന് അനീതികളെ ചെറുത്തു തോൽപ്പിക്കാനാണ് അദ്ദേഹം പഠിച്ചത്. ഇന്നും പ്രമുഖമായ സ്ഥാനം ശ്രീനാരായണ ഗുരുവിന്റെ കേരളത്തിലുണ്ട്. പിന്നീട് അദ്ദേഹം ശ്രീ ശങ്കരാചാര്യന്റെ അദ്വൈത ദർശനം പിന്തുടർന്നു. അദ്ദേഹം മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിൽ അദ്വൈതപരമായ സ്തോത്രങ്ങളും പ്രകൃതികളും രചിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോറും സഞ്ചരിച്ചിട്ടുണ്ട്. 1328 ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ വെച്ച് സമാധിയായി. ശ്രീനാരായണ ഗുരുവിടെ ജീവിതവും പ്രവർത്തനവും എന്നേക്കും നമുക്ക് വഴിയായി കാട്ടിത്തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞ സായി കൃഷ്ണയ്ക്ക് നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗം മുതൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രത്യുത് മഞ്ഞുനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. സദസ്സിന് വന്ദനം. എൻ്റെ പേര് പ്രത്യുത് മഞ്ഞു. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി. ഇന്നത്തെ എൻ്റെ കർത്തവ്യം എന്തെന്ന് വെച്ചാൽ ഒരു കഥയും അതിൻ്റെ ഗുണപാഠം പറയുക എന്നാണ്. കഥയുടെ പേര് പെൺസിംഹവും കൂർക്കൻ കുഞ്ഞും. ഒരിക്കൽ ഒരു പെൺസിംഹം 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. പെൺസിംഹത്തിന് എത്ര കുഞ്ഞുങ്ങളുണ്ട്? ശരി ഉത്തരമാണ്. അതുകൊണ്ട് ആൺസിംഹം പുറത്തേക്ക് പോയി. അവർക്ക് ആഹാരത്തിനുള്ള ഇലയും കൊന്നുകൊണ്ട് വന്നു. കാട്ടിലെ രാജാവാര്? ശരി ഉത്തരമാണ്. ഒരു ദിവസം ആൺസിംഹത്തിന് ഒരു ഇര പോലും കണ്ടെത്താനായില്ല. അങ്ങനെ ആൺസിംഹം ഗുഹയിലേക്ക് തിരിച്ചു വരുന്ന വഴി ഒരു കുറുക്കൻ കുഞ്ഞിനെ കണ്ടു. ആ കുറുക്കൻ കുഞ്ഞിനോട് സാധാരണ തോന്നി. തന്റെ പല്ലുകൾ കൊണ്ട് മെല്ലെ ആ കുറുക്കൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഗുഹയിലേക്ക് പോയി. പിന്നീട് ഗുഹയിൽ പെൺസിംഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്?
അൻസിമ പറഞ്ഞു, ഇന്ന് എനിക്കൊരു ഇരയെ പോലും കണ്ടെത്താനായില്ല. അങ്ങനെ ഞാൻ ഗുഹയിലേക്ക് തിരിച്ചു വരുന്ന വഴി ഒരു കുറുക്കൻ കുഞ്ഞിനെ കിട്ടി. എനിക്ക് അവനെ കൊല്ലാൻ മനസ്സ് വന്നില്ല. പക്ഷെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ പെൻസിമ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ മനസ്സ് വന്നില്ല, പിന്നെ ഇങ്ങനെ എനിക്ക് കഴിയുക? നമുക്ക് ഇവിടെ നമ്മുടെ മൂന്നാമത്തെ മകനെ വളർത്താം. അങ്ങനെ 3 കുഞ്ഞുങ്ങളും വളർന്ന ആരോഗ്യവാന്മാരായി. ഒരു ദിവസം അവർ കാട്ടിലേക്ക് വേട്ടയാടാൻ പോയി. അപ്പോൾ സിംഹ കുട്ടികൾ പറഞ്ഞു, ആരാണ് അപരിചിതൻ? ഒരു സഹോദരന്മാരെ, നമുക്ക് പോയി അവനെ ആക്രമിക്കാം. അപ്പോൾ കുറുക്കൻ കുഞ്ഞു പറഞ്ഞു, നിനക്ക് സഹോദരന്മാരെ, അതൊരു ആനയാണ്. ആനയ്ക്ക് നല്ല ശക്തിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അതും പറഞ്ഞുകൊണ്ട് സിംഹ കുട്ടികൾ അവനെ കളിയാക്കി. അവർ വേണമെങ്കിൽ വരട്ടെ പറഞ്ഞുകൊണ്ട് കുറുക്കൻ കുഞ്ഞ് ഗുഹയിലേക്ക് പോയി. ഗുഹയിലെത്തിയപ്പോൾ പെൺസിംഹം കാര്യം ചോദിച്ചപ്പോൾ സിംഹക്കുട്ടികൾ പറഞ്ഞു, കുറുക്കൻ കുഞ്ഞ് ആനയെ കണ്ടപ്പോൾ ജീവനും കൊണ്ടോടി പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കി. അപ്പോൾ കുറുക്കൻ കുഞ്ഞിന് ദേഷ്യമെന്ന് പറഞ്ഞു, നിങ്ങളാണ് കുട്ടികൾ, നിങ്ങൾക്ക് ആ മുന്നറിയിപ്പ് തരുന്നതായിരുന്നു ഞാൻ. അപ്പോൾ പെൺസിംഹം പറഞ്ഞു, ശാന്തനാണ് മോനെ, ഒരു നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ട് പെൺസിംഹം അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി ഒരിക്കലും നീ അവരോട് അങ്ങനെ സംസാരിക്കരുത്. അവർ നിന്റെ മുതിർന്ന സഹോദരന്മാരാണ്. നിനക്ക് ആരുമില്ലതിനാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറുക്കൻ കുഞ്ഞു പറഞ്ഞു, അതിനെന്താ, എപ്പോഴും ഞാൻ ആൾക്ക് കേടുന്നുണ്ടോ? അവരെന്തിനാണ് എപ്പോഴും എന്നെ കളിയാക്കുന്നത്? പാവം കുഞ്ഞി, ഇനിയും വൈകാതെ അവനോട് സത്യം പറയണം. ഞാൻ പറഞ്ഞുകൊണ്ട് പെൺസിംഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞ്, എനിക്ക് ഒരു കുറുക്കൻ്റെ മകനാണ്. നിനക്ക് ആരുമില്ലാതെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ നിന്നെ ധരിക്കില്ല. അവർ വലുതായി നീ ഒരു കുറുക്കൻ്റെ മകനാണെന്ന് അറിയും മുമ്പ് നീ നിന്റെ കൂട്ടുകാരെയും കണ്ടുപിടിച്ച് അവരുടെ കൂടെ ചെയ്യും. നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ നീ ഒരു കുറുക്കൻ്റെ മകനാണെന്ന് അറിയുമ്പോൾ നിന്നെ ആക്രമിച്ച് കൊല്ലും. ഇത് കേട്ടപ്പോൾ കുറുക്കൻ കുഞ്ഞിന് പേടിയായി. ഒരു വാക്ക് പോലും മിണ്ടാതെ അവൻ്റെ കൂട്ടുകാരെയും അന്വേഷിച്ച് പുറപ്പെട്ടു. ഗുണപാഠം: സ്വന്തം മാർഗത്തിലാണ് ആർക്കും നിലനിൽപ്പുള്ളത്. അതും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്ര നന്നായി കഥ പറഞ്ഞ പ്രത്യക്മന്യന് നന്ദി. ഇന്നത്തോടെ ഈ വാഗ്വര്യ സഭ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന രാംദാസ് മാഷിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ വന്ന് പ്രസംഗിച്ച എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി. പിന്നെ ഇത്ര നല്ല സഭ ഒരുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇനി സർവേശ്വരനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സഭ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്.